ഹലോ, അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ മോളെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 7th മന്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂലേ, ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് കോഴിക്കോട് ചെറുകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പം നമ്മളെല്ലാവരും പോകുന്നത് ട്രാവലറിലാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 10 ഒക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുന്നു. അപ്പം മോനിത് ഫസ്റ്റ് ടൈമാണ് ട്രാവലറിൽ കയറുന്നത്. അവന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമ്മള് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വന്നപാട് നല്ല നൂൽപുട്ടും മട്ടൻ കുറുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഏട്ടന്മാരുടെ മക്കളാണ് കേട്ടോ. ഇതാണ് ചിപ്പി. ഇവളെ കൂട്ടാനാണ് നമ്മൾ വന്നത്. ലാസ്റ്റ് മോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ വല്യച്ഛൻ വന്നിട്ട് അവനിങ്ങനെ തോന്നുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ആള് വേഗം സ്കൂട്ടായി പോയിട്ടോ. പിന്നെ വല്യച്ഛൻ വരുന്നുണ്ട്. പിന്നെ അവനോട് എന്തൊക്കെയോ അങ്ങനെ സംസാരിക്കണം. പിന്നെ നമ്മൾ അകത്ത് പോയി നമ്മൾ കത്തിയടിക്കുകയായിരുന്നു ഇവരോടെ. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല ദിവസം എല്ലാവരും കൂടി ഇങ്ങനെ കൂടി സംസാരിക്കുമ്പോൾ. പിന്നെ അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള സമയം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, അൽഫാം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇതാണ് ഉണ്ണിക്കണ്ണേട്ടൻ, വല്യമ്മ, പിന്നെ ഇതാണ് അപ്പത്താട്ടൻ. അപ്പോൾ ഈ വീഡിയോ അവനാട്ടോ മോനാട്ടോ എടുക്കുന്നത്. അവൻ പറഞ്ഞു എന്നോട് ഞാൻ എടുത്തോളാം എന്നിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. അപ്പം ഇതാണ് അമ്മു ചേച്ചി. അപ്പം ആള് വീഡിയോ എടുക്കുമ്പം നല്ല പോസ് ചെയ്ത് തരും. പിന്നെ ഏട്ടന്മാരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി റെഡിയായി വന്നു. അവള് കല്യാണ സാരി തന്നെ കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കുറേ സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. നമ്മൾ കല്യാണ സാരി തന്നെയാണ് ഡെലിവറിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇടാറ്. പിന്നെ ഇനി നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഇടും. അപ്പം ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പൊ മോനാകെ ബോറടിച്ച് നിൽക്കുക. കമ്പനിക്ക് ആരും കിട്ടാനിട്ട്. അപ്പൊ പിന്നെ അവളെല്ലാരോടും യാത്രയൊക്കെ പറയാണ്. അപ്പൊ ഈ ഗ്രീൻ ഷർട്ട് ഇട്ട ആളാണ് കേട്ടോ അവളെ ഹസ്ബൻഡ്. പേര് അതുൽ എന്നാണ്. അവളെന്തൊക്കെയോ എല്ലാരും കമന്റ് അടിക്കുന്നുണ്ട്. പോകുമ്പോ വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നു. പിന്നെ വണ്ടി കയറിയിരുന്നു. നമ്മൾ ഇറങ്ങായി. പിന്നെ നമ്മള് ട്രാവലറിൽ കയറിയിട്ട് പാട്ടൊക്കെ വെച്ച്, കുട്ടികളൊക്കെ ഞങ്ങളെ ട്രാവലറിലാട്ടോ കയറിയ ഞങ്ങളിവിടെ. അപ്പം പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ വല്യമ്മ നല്ല എനർജിയാണ്. ആള് പാട്ടിട്ടപ്പോഴേക്കും ആള് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മോന് ഭയങ്കര ഹാപ്പി. എല്ലാവരുടെ ഇടയിലും നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഏതായാലും നല്ല അടിപൊളിയായി, നല്ല അടിച്ചു പൊളിച്ചു പോകുന്നു. അപ്പൊ ഇതാണ് ചിന്നു ചേച്ചി. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിൽ അവിടെ എത്തി. അപ്പൊ അവളെ വിളക്കൊക്കെ കൊളുത്തി ഉള്ളിൽ കയറി. പിന്നെ മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പം അത് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പത്രമുള്ളൂ. ബൈ ബൈ.